ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ FBയിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. എതറൽ DNA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലങ്കാന ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി അവരുടെ നഴ്സറിയിൽ നിന്ന് വളരെ ചെറിയ റേറ്റിൽ നമ്മൾ സാപ്ലിങ്സ് മേടിക്കുന്നു, പ്ലാന്റ് മേടിച്ച് അത് നമുക്ക് കൊറിയർ വഴിയായിട്ട് എത്തുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ അതിനകത്തൊരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ നമുക്ക് അതിൻ്റെ ബ്രോഷർ അയച്ചു തരും. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് റേറ്റ് നോക്കിയിട്ട് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ അതിന് പ്രകാരം ഞാൻ ആ ഒരു സ്ഥലത്ത് കോൺടാക്ട് ചെയ്തു. ഈ നമ്പറാണ് താഴെ കൊടുത്തേക്കുന്നത്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സാനിയ എന്ന് പറഞ്ഞ ലേഡി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഏകദേശം 9ഓളം പ്ലാന്റ്സുകളാണ് സെലക്ട് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ കളാത്തിയ ലൂട്ട പോലത്തെ നല്ല എന്താണ് ഒരു അലങ്കാര പ്ലാന്റുകളാണ്. നല്ല രസമുള്ള പ്ലാന്റുകളായിട്ടാണ് ഞാൻ ആ പിക്ചറിൽ കണ്ടത്. അപ്പോൾ അതേ പാക്കിംഗ് ഒക്കെ നല്ല രസമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോന്ന് ഇതുപോലെ നല്ല നൈസായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ വേരും ആ വേരിൻ്റെ അവിടെ കണ്ട പ്ലാസ്റ്റിക് അഴിച്ചാൽ തന്നെ ആ മണ്ണും അതുപോലെ തന്നെ ഒരു സാനിറ്ററി പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് അത് ചെറുതായിട്ട് വാട്ടറൊക്കെ ചെയ്തിട്ടാണ് അവർ അയച്ചേക്കണം. അതുകൊണ്ട് തന്നെ പ്ലാന്റിനൊന്നും യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. കണ്ട രണ്ടാമത്തെ പ്ലാന്റൊക്കെ എടുക്കുമ്പോൾ കണ്ട ആദ്യം ഒരു പെട്ടിക്കകത്താണ്. ആ പെട്ടിക്കകത്ത് തന്നെ വീണ്ടും ആ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് പൊതിഞ്ഞേക്കണത്. അതുകൊണ്ട് തന്നെ പ്ലാന്റുകൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. വളരെ സേഫായിട്ട് തന്നെയാണ് ഓരോ പ്ലാന്റും എത്തിയേക്കണത്. ഞാനെല്ലാം ഓരോന്നും ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുന്ന എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. പിന്നീട് ഞാൻ പ്ലാന്റ് ചെയ്യണ സമയത്ത് ആ പ്ലാസ്റ്റിക് അഴിച്ച് നോക്കുമ്പോഴും അപ്പോഴും ചെറിയ നനവോട് കൂടി തന്നെയാണ് ആ പ്ലാന്റ് ഉള്ളത്. അവരതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ മഡ് വെച്ചേക്കണത് കൊണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഒരു സാനിറ്ററി പേപ്പർ വെച്ചേക്കണത് കൊണ്ടും അവരന്ന് നനച്ചേക്കണതിൻ്റെ ചെറിയൊരു നനവ് അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവസങ്ങളെടുത്തിട്ടാണ് ഈ കൊറിയർ എനിക്ക് കിട്ടിയേക്കണം. എന്നിരുന്നാൽ കൂടി എനിക്ക് യാതൊരു പ്രശ്നവും ആ ഒരു പ്ലാന്റുകളിലില്ല. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് എന്ന് പുറത്ത് എഴുതിയേക്കണത് കൊണ്ട് തന്നെ എനിക്കിത് DTDC വഴിയായിട്ടാണ് വന്നത്. DTDCക്കാർ അപ്പം തന്നെ നമ്മളെ വിളിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് തരികയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ പ്ലാന്റിൽ നിന്നാണ് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത്രയും ഫാസ്റ്റായിട്ടുള്ള ഡെലിവറിയും നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വളരെ ചെറിയ റേറ്റിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നഴ്സറികളിലൊക്കെ പോയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 40 രൂപയുടെയൊക്കെ പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഈ 40 രൂപയുടെ പ്ലാന്റുകളൊക്കെ എങ്ങനെ വന്നാലും എനിക്ക് തോന്നുന്നു ഒരു 100 രൂപ 120 രൂപയൊക്കെ വരുന്ന പ്ലാന്റുകളാണ്. പക്ഷേ വളരെ ചെറിയ റേറ്റിൽ നമുക്കിത് മേടിക്കാൻ പറ്റും. ഞാൻ ഈ 9 പ്ലാന്റ് മേടിച്ചിട്ട് എനിക്ക് വെറും 640 രൂപയാണ്, ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് എല്ലാം കൂടി 640 രൂപയാണ് ആയുള്ളൂ. അപ്പോൾ ഈ 640 രൂപയാണ് ഞാൻ പേ ചെയ്തേക്കുന്നത്. അവർ ആദ്യം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് അയച്ചു തരും. എസ്റ്റിമേറ്റ് അയച്ചു തന്നിട്ട് അവർക്ക് പേ ചെയ്തിട്ട് മാത്രം അവർ സാധനം അയക്കുള്ളൂ. ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം ഒന്നും അവർക്കില്ല. അപ്പോൾ ഞാനും ആദ്യം ഭയപ്പെട്ടു, 650 രൂപയിലേ പോകുള്ളൂ എന്നോർത്ത് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഒരു റിസ്ക് നിങ്ങൾ വിചാരിക്കേണ്ട, സംഭവം വളരെ സേഫായിട്ട് നമ്മുടെ കയ്യിലെത്തി. അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ എന്താണ് അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവസാനം ഒരെണ്ണം കൂടി ഉള്ളത്. ഇപ്പോൾ ഇത്രയും പ്ലാന്റുകൾ നമ്മൾ മേടിച്ചു. ഇനിയിപ്പോൾ അത് തിരിച്ച് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ഞാൻ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ മേടിക്കാം. ചെറിയ റേറ്റിൽ നമ്മുടെ പ്ലാന്റുകളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കും വലിയൊരു പൂന്തോട്ടം നമ്മുടെ വീട്ടിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.